BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. കലൂർ സ്റ്റേഡിയത്തിലെ ഗിന്നസ് നൃത്ത പരിപാടിക്കിടെ വേദിയിൽ നിന്ന് വീണ് ഉമാ തോമസ് MLAയ്ക്ക് ഗുരുതര പരിക്കേറ്റ സംഭവത്തിൽ 3 പേർക്കെതിരെ കൂടി കോർപ്പറേഷൻ നടപടി. ഇവർക്ക് കോർപ്പറേഷൻ സെക്രട്ടറി കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ഹെൽത്ത് ഓഫീസർ, ഹെൽത്ത് സൂപ്പർവൈസർ, ഇടപ്പള്ളി സോണൽ ഓഫീസിലെ റവന്യൂ ഇൻസ്പെക്ടർ എന്നിവർക്കാണ് നോട്ടീസ് നൽകിയത്. നേരത്തെ കലൂർ 16ാം സർക്കിളിലെ ഹെൽത്ത് ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തിരുന്നു. അന്വേഷണ ഭാഗമായി ബുക്ക് മൈ ഷോ ആപ്പ് അധികൃതരോടും പരിപാടിയുടെ സംഘാടകരോടും ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കോർപ്പറേഷൻ നൽകിയിട്ടുണ്ട്. ഇതിനിടെ കേസിൽ അറസ്റ്റിലായ 4 പ്രതികളുടെയും ഇടക്കാല ജാമ്യം ചൊവ്വാഴ്ച അവസാനിക്കും. മൃദംഗനാഥം നൃത്ത പരിപാടിയുടെ മുഖ്യ സംഘാടകൻ മൃദംഗവിഷൻ MD നികോഷ് കുമാർ, മൃദംഗവിഷൻ CEO ഷമീർ, പരിപാടിക്ക് ക്രമീകരണങ്ങൾ ഒരുക്കിയ ഇവന്റ്സ് ഇന്ത്യ പ്രൈവറ്റർ വാഴക്കാല സ്വദേശി കൃഷ്ണകുമാർ, താൽക്കാലിക വേദി തയ്യാറാക്കിയ മുളന്തുരുത്തി സ്വദേശി ബെന്നി എന്നിവരുടെ ഇടക്കാല ജാമ്യമാണ് അവസാനിക്കുക. എറണാകുളം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഇവർക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചത്. 3ാം പ്രതി ഓസ്കർ ഇവന്റ് മാനേജ്മെന്റ് ഉടമ തൃശൂർ പൂന്തോൾ സ്വദേശി PS ജനീഷിന്റെ അറസ്റ്റ് ഉടനെ ഉണ്ടാവുമെന്നും സൂചനയുണ്ട്. മൃദംഗനാഥം നൃത്ത പരിപാടിയിൽ പങ്കെടുത്ത അധ്യാപകരുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. സാമൂഹിക വിരുദ്ധർ ലോറിയിലെത്തിച്ച പ്ലാസ്റ്റിക് മാലിന്യം പുഴ തീരത്ത് തള്ളി തീയിട്ടതിൽ വ്യാപക പ്രതിഷേധം. ദേശം കാലടി റോഡിൽ ചെങ്ങമനാട് പഞ്ചായത്ത് പരിധിയിലെ പുറയാർ റെയിൽവേ ഗേറ്റിൽ നിന്ന് തുരുത്തിലേക്ക് പോകുന്ന റോഡരികിലെ പുഴയോരവും റെയിൽവേ മേൽപ്പാലത്തിന്റെ കീഴ്ഭാഗവും ഉൾപ്പെട്ട ഭാഗത്താണ് ഞായറാഴ്ച വൈകിട്ട് ചരക്ക് വാഹനത്തിൽ കൊണ്ടുവന്ന അപ്പോൾസറി സ്പോഞ്ച്, പ്ലാസ്റ്റിക്, ആക്രി അവശിഷ്ടങ്ങൾ അടക്കമുള്ളവ കൂട്ടിയിട്ട് കത്തിച്ചത്. പാരിസ്ഥിതിക പ്രശ്നം സൃഷ്ടിക്കുന്ന മാലിന്യം ആളില്ലാ സമയത്ത് ഇവിടെ എത്തിച്ച് കത്തിക്കുകയാണ്. നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ സൗകര്യമില്ലാത്തതാണ് സാമൂഹിക വിരുദ്ധർക്ക് തുണയാകുന്നത്. 2 ആഴ്ച മുൻപ് മാലിന്യം തള്ളുന്നതിനെതിരെ വാർത്തകൾ വന്നിരുന്നു. മണിക്കൂറുകളോളം കത്തുന്ന പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യത്തിനാണ് ഞായറാഴ്ച തീയിട്ടത്. തീ ആളിപ്പടർന്ന് വഴിയാത്രക്കാർക്കും ട്രെയിൻ യാത്രക്കാർക്കും വരെ ഭീഷണി ഉയർത്തി. റെയിൽവേയുടെ പല കേബിളുകൾ സ്ഥാപിച്ചിട്ടുള്ള ഭാഗത്താണ് തീയിട്ടത്. സംഭവം അറിഞ്ഞ് നാട്ടുകാർ തടിച്ചുകൂടി. തീയണയ്ക്കാനുള്ള നാട്ടുകാരുടെ ശ്രമം വിഫലമായി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നഹാസ് കളപ്പുരയിൽ, KE നിഷ എന്നിവർ സ്ഥലത്തെത്തി ജാഗ്രതാ നടപടികൾ സ്വീകരിച്ചു. തൊട്ടുപിറകെ റെയിൽവേ പോലീസും ആലുവ അഗ്നിരക്ഷാ സേനയും എത്തി. സേന തീയണച്ചു പോയെങ്കിലും വീണ്ടും തീ ഉയർന്നു. ഇതോടെ അങ്കമാലി അഗ്നിരക്ഷാ സേന എത്തി. രാത്രി 9:30 തീ അണച്ചത്. മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ വരും ദിവസങ്ങളിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അംഗങ്ങൾ കൂട്ടിച്ചേർത്തു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. തൃക്കാക്കര ദേശീയ കവലയ്ക്ക് സമീപം ആക്രി ഗോഡൌണിലുണ്ടായ തീപിടുത്തം അഗ്നിരക്ഷാ സേന അണച്ചത് 5 മണിക്കൂർ നീണ്ട കഠിന പ്രയത്നത്തിലൂടെ. 8 ഫയർഫോഴ്സ് യൂണിറ്റ് പ്രവർത്തിച്ചാണ് തീ അണച്ചത്. രാവിലെ 9:30 തുടങ്ങിയ തീപിടുത്തം സംബന്ധിച്ച 10:20 തൃക്കാക്കര അഗ്നിരക്ഷാ നിലയത്തിൽ വിവരമെത്തിയത്. തുടർന്ന് തൃക്കാക്കര, ഗാന്ധിനഗർ, ആലുവ, തൃപ്പൂണിത്തുറ, ക്ലബ് റോഡ്, ഏലൂർ, പട്ടിമറ്റം അഗ്നിരക്ഷാ നിലയങ്ങളിൽ നിന്നായി ഫയർ യൂണിറ്റ് എത്തുകയും മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനം നടത്തുകയുമായിരുന്നു. വിവിധ ഫയർ നിലയങ്ങളിലെ 24 സിവിൽ ഡിഫൻസ് അംഗങ്ങളും നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായി. ഇരുമ്പ്, ഇലക്ട്രോണിക്, പേപ്പർ അടക്കമുള്ള ആക്രി വസ്തുക്കളും പ്രദേശത്ത് വലിയ തോതിൽ പുക വ്യാപിച്ചത് പ്രദേശവാസികളെ ബുദ്ധിമുട്ടിലാക്കി. കുട്ടികൾക്കും പ്രായമായവർക്കും യാത്രക്കാർക്കും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടു. ആക്രിക്കടയുടെ സമീപത്തെ തെങ്ങുകൾ ഉൾപ്പെടെ കത്തി നശിച്ചു. തീപിടുത്തത്തിൽ ഷെഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായി തകർന്നു വീണു. ആക്രി സാധനങ്ങളായതിനാൽ തീ അതിവേഗം പടർന്നു പിടിക്കുകയായിരുന്നു. സമീപത്ത് വീടിന്റെ മേൽക്കൂരകളും വശങ്ങളിൽ കേടുപാടുകൾ സംഭവിച്ചു. തീപിടുത്തമുണ്ടായ പ്രദേശത്തെ റോഡുകളിലെ വാഹന ഗതാഗതം പോലീസ് അടച്ചു. മറ്റു വഴികളിലൂടെയാണ് മണിക്കൂറുകളോളം വാഹനങ്ങൾ കടത്തിവിട്ടത്. 7 വർഷമായി പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ആക്രി ഗോഡൌണിന് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയോ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ NOCയോ ഉണ്ടായിരുന്നില്ല. ഗോഡൌണിന് സമീപം ഇവരുടെ 2ാം തരം ഇലക്ട്രോണിക് ഫർണിച്ചർ സാധനങ്ങൾ വിൽപ്പന നടത്തുന്ന ഷോപ്പിന് ലൈസൻസ് ഉണ്ട്. ഗോഡൌണിനായും ഈ ലൈസൻസാണ് ഉപയോഗിച്ചിരുന്നതെന്നാണ് വിവരം. തൊഴിലാളികൾ ഫാഷൻ എക്സിബിഷനിൽ പ്രദർശിപ്പിക്കുന്നതിനുള്ള ബൊമ്മകളുടെ ഇരുമ്പ് സ്റ്റാൻഡ് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ കൊണ്ട് തയ്യാറാക്കുന്നതിനിടെ തീപ്പൊരി വീണാണ് തീപിടുത്തമുണ്ടായതെന്നും ഗോഡൌൺ നടത്തിപ്പുകാരൻ നിസാർ പറഞ്ഞു.
അമൃത് പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിൽ 90% ഫണ്ട് ഉപയോഗപ്പെടുത്തിയതായി കൊച്ചി കോർപ്പറേഷൻ വ്യക്തമാക്കി. ആകെയുള്ള 113 പദ്ധതികളിൽ 105 എണ്ണമാണ് ഇതിനകം പൂർത്തീകരിച്ചത്. വാട്ടർ സപ്ലൈ, സീവേജ്, ഡ്രെയിനേജ്, അർബൻ ട്രാൻസ്പോർട്ട് പാർക്ക് എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട പദ്ധതികളാണ് എല്ലാം. ആകെ ഭരണാനുമതി ലഭിച്ച 288.69 കോടിയിൽ 260.80 കോടി രൂപ വിനിയോഗിച്ചതായും മേയർ എം അനിൽകുമാർ വ്യക്തമാക്കി. ഇനിയുള്ളത് 6 കുടിവെള്ള പദ്ധതി, ഒരു സ്വീജേജ്, ഒരു ഡ്രെയിനേജ് പദ്ധതി എന്നിവ മാത്രമാണ്. 2020 നിലവിലെ ഭരണസമിതിയായപ്പോൾ ഫണ്ട് വിനിയോഗം 42%. നിലവിൽ കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി മൊത്തം 120 ലക്ഷം ലിറ്റർ കപ്പാസിറ്റർ വരുന്ന 6 ഓവർ ഹെഡ് ടാങ്കുകൾ പൂർത്തീകരിച്ചു. തേവര, വടത്തോട്, കലൂർ, പച്ചാളം, കരുവേലിപ്പടി, ഇടക്കൊച്ചി എന്നിവിടങ്ങളിലാണ് ടാങ്കുകൾ പൂർത്തീകരിച്ചത്. ഈ ടാങ്കുകൾ പ്രവർത്തനക്ഷമമാകുന്നതോടെ തുല്യ അളവിലുള്ള ജലവിതരണം സാധ്യമാകും. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.